പണ്ട് മുതലേ ആഗ്രഹമുള്ള ടോപ്പിക്കാണ് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം, എങ്ങനെ ഒരു സ്റ്റുഡന്റ് പോയിട്ട് ചെയ്യാന്നുള്ളതിനെ കുറിച്ച്. പക്ഷെ റീസെന്റ് ഒരു കോളേജിൽ ഒരു മാം നമ്മളെ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് അവര് ചോദിച്ചു ഒരു പ്രൊജക്ട് എങ്ങനെ ചെയ്യാന്നുള്ള പറയുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് ഈ ടോപ്പിക് വീണ്ടും ഓർമ്മ വന്നത്. അപ്പൊ നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ചൊന്ന് പറയാം. എങ്ങനെ ഒരു സ്റ്റുഡന്റ് പോയിട്ട്, അതായത് BCA, MCA, BTech, BE കോഴ്സുകൾ, കമ്പ്യൂട്ടർ സയൻസ് ബേസിലുള്ള കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, ഇത് സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും കാണേണ്ട കുറെ കാര്യങ്ങളുണ്ട്. സോ എല്ലാവരും ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക. ചിലപ്പോൾ ചിലവർക്ക് ഇത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു വരാം, പക്ഷെ സഹിച്ചിരുന്ന് ആദ്യം പ്രൊജക്ട് എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ റിയലൈസ് ചെയ്യാനുണ്ട് ടീച്ചേഴ്സും സ്റ്റുഡൻസും. അപ്പൊ ഇതൊന്നും വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണെന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങണ 90% കുട്ടികൾ, കമ്പ്യൂട്ടർ സയൻസ് ബാച്ച് പഠിച്ച് പുറത്തിറങ്ങുന്ന 90% കുട്ടികൾക്കും കോഡിംഗ് സ്കിൽ ഇല്ലാതെയാണ് പുറത്തിറങ്ങുന്നത്. ഇത് ഞാൻ പറയണതല്ല, എക്സ്പെരിമെന്റ്സിന്റെ സ്റ്റഡീസ് ഉണ്ട്, പല 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 സർവേ നടത്തുന്ന പല ആൾക്കാരുടെ സ്റ്റഡീസ് ഉണ്ട്. നോക്കിയാൽ പറയും 90 എല്ലാവരും പറയുന്നത് 95 ആണ്. ഞങ്ങൾക്ക് ഒരു ആശ്വാസത്തിന് 90 പറഞ്ഞാണ്. അപ്പോ അത്രയും രീതിയിലും എഞ്ചിനീയേഴ്സ് പുറത്തിറങ്ങുന്നത് യാതൊരു ക്വാളിറ്റി ഇല്ലാതെ. അവർക്ക് എന്താ ബാക്ക് എൻഡ് എന്താ ഫ്രണ്ട് എൻഡ് എന്താണെന്ന് അറിയില്ല. ഒരു ഹോൾ സോഫ്റ്റ്വെയർ, മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ ഫുൾ ഡിസൈൻ ചെയ്യാനോ അത് ചെയ്തുണ്ടാക്കാൻ അല്ലെങ്കിൽ ബേസിക് പ്ലാൻ ഉണ്ടാക്കാൻ പോലും അറിയാത്ത കുട്ടികളാണ് നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പുറത്തിറങ്ങുന്നത്. ഇതിന്റെ മെയിൻ റീസൺ നമ്മൾ അന്വേഷിച്ചാല് നമ്മൾ വിചാരിക്കും സിലബസിന്റെ പ്രശ്നമാണ്, യൂണിവേഴ്സിറ്റിന്റെ പ്രശ്നമാണ്, കോളേജിന്റെ പ്രശ്നമാണെന്ന്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇതിന്റെ മെയിൻ പ്രശ്നം സിലബസോ യൂണിവേഴ്സിറ്റിയോ അതൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഈ BCA, MCA എല്ലാ കോളേജും ഉണ്ട്. ഞാൻ നമ്മുടെ സബ്ജക്ട് ആയതുകൊണ്ട് ഇത് പറയാണ്. ഈ സബ്ജക്റ്റിനോട് യാതൊരു താല്പര്യമില്ലാത്ത ടീച്ചേഴ്സാണ് 70-80% നമ്മുടെ നാട്ടിലെ കോളേജുകളിൽ പഠിപ്പിക്കുന്നത്. ഒന്നെങ്കിൽ അവർക്കൊരു ഇൻകം സോഴ്സ് മാത്രം, ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ജോലി, ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അതായത് ഇപ്പൊ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് എന്താണ് ഈ കുട്ടികൾ പഠിച്ചിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നതെന്ന് അറിയുന്ന ടീച്ചേഴ്സ് വളരെ കുറവ്. ഈ ചെറുതായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് തീരെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ കുറേ ഈ സബ്ജക്റ്റുമായിട്ട് യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടീച്ചേഴ്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സബ്ജക്ട് നമ്മൾ സാലറി കിട്ടുന്നുണ്ടെന്നുള്ള പേരിൽ മാത്രം പഠിപ്പിക്കാൻ പോയുള്ള അവസ്ഥ. ചുമ്മാ കുറെ നോട്ട്സ് എടുക്കും, കുറെ വാട്സാപ്പ് എടുക്കും, എന്നിട്ട് അത് കോപ്പി എടുത്തിട്ട് കുട്ടികൾക്ക് കൊടുത്ത് പഠിക്കാൻ പറയും, എക്സാം പാസ്സാൻ പറയും. ഇതിനപ്പുറം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ രീതിയിലുള്ള ടീച്ചേഴ്സ് ആണ് നമ്മുടെ കോളേജിന്റെ മെയിൻ പ്രോബ്ലം. നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കൂടുതൽ അടച്ചുപൂട്ടാനും ഇപ്പൊ സീറ്റുകൾ ഫില്ല് ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ നിങ്ങൾ ടീച്ചേഴ്സ് ആണെന്നുള്ളത് ടീച്ചേഴ്സ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഇതിൽ തന്നെ ടീച്ചേഴ്സ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. അതായത് സ്റ്റുഡൻസിന്റെ മേല് മറ്റേ ഫോട്ടോസ്റ്റാറ്റും ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്നതിന് പകരമായിട്ട് ടീച്ചേഴ്സ് എന്താ വെച്ചാൽ അവരെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പൊ പ്രാക്ടിക്കലി എന്തൊക്കെയാണ് ലാംഗ്വേജ് ഉള്ളത്, ഇപ്പൊ Node.js, Python, അങ്ങനെ പുതിയ ലാംഗ്വേജസ് ഉണ്ടായിരിക്കും, പുതിയ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ, iOS ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ നിങ്ങൾ പറയുന്നത് AI, ML, ഡാറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, ബ്ലോക്ക് ചെയിൻ, ഈ ലെവലിലോട്ടൊന്നും ഒരുപാട് പോകണ്ട. നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടൊരു ആപ്ലിക്കേഷൻ, വെബ് ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാക്കാനുള്ള ക്വാളിറ്റി ഇല്ലാത്ത ടീച്ചേഴ്സ് വേഗം ഒന്നെങ്കിൽ കോളേജ് പഠിപ്പിക്കൽ നിർത്തുക, അല്ലെങ്കിൽ ഈ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യണം. ഇതിലൊന്നും ചെയ്യാതെ നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ നാട്ടിലെ തലമുറയെ നശിപ്പിക്കുകയാണ്. ഈ പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കണം. ഇതൊരു ഗവൺമെന്റിനെ കൊണ്ടോ ഒരു മാനേജ്മെന്റിനെ കൊണ്ടോ നടക്കൂല. എന്താന്ന് വെച്ചാല് ഗവൺമെന്റ് നിങ്ങൾ 70-80% ടീച്ചേഴ്സിനെ പറഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് അവിടെ നിലനിൽക്കൂല. കോളേജ് മാനേജ്മെന്റ് ഒരിക്കലും ഇത് പറഞ്ഞേക്കാൻ നിൽക്കില്ല. ബിക്കോസ് അവർക്ക് നിങ്ങളെ പോലുള്ള കുറഞ്ഞ സാലറിക്ക് കിട്ടുന്ന ഒരുപാട് ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്, എന്നാലേ ആ കാര്യം മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് കോളേജിലെയും BCA, MCA കോളേജുകളിലൊക്കെ ടീച്ചേഴ്സ് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഈ അഹങ്കാരം കാണിച്ചിരിക്കാണ്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും ഇപ്പൊ പ്രാക്ടിക്കലി എന്തെങ്കിലും ഒരു വർക്കോ ഫ്രീലാൻസ് വർക്കോ ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്കില്ല് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കന്നെ വേണം. ഇത് പറയുമ്പോ നിങ്ങൾ ആലോചിക്കും, അയ്യോ ഞാൻ ആ 70-80% പെടാത്ത ടീച്ചറാണ്, ഞാൻ ആ 20% പെടുന്ന ടീച്ചറാണെന്ന് നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാവും. പക്ഷെ നിങ്ങളൊന്നും കാര്യം മനസ്സിലാക്കുക, മിനിമം ഒരു IT, ഒരു BTech കഴിഞ്ഞ ഒരാള്, ഒരു 3 വർഷം IT ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു 2 വർഷം 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, കോഡിംഗ് കറിയും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 lakh സാലറി മേടിക്കാൻ പറ്റും. ആ രീതിയിലുള്ള കാപ്പബിലിറ്റി, ആ രീതിയിലുള്ള പേയ്മെന്റോ കിട്ടാത്ത ഒരു സ്റ്റാഫാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളും ഈ വാല്യൂ ഇല്ലാത്ത ആളെന്നെ. ഈ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ പണിയെടുക്കാൻ വരുന്നത്.
നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോ. ഈ ക്വാളിറ്റിയിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. എന്നിട്ട് വേണം ഈ കുട്ടികളെ പഠിപ്പിക്കാൻ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു സബ്ജക്ട് നിങ്ങൾക്ക് ഒരു കുട്ടീനെയും പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ആക്കാനോ അവനെ നല്ല രീതിയിലോട്ട് എത്തിക്കാനോ നിങ്ങൾക്ക് പറ്റൂല. സോ നിങ്ങൾ ഫസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുപോലെ കോളേജുകളിൽ പ്രൊജക്ട് കൊടുക്കുമ്പോൾ ടീച്ചേഴ്സ്, ചില കോളേജിലെ ടീച്ചേഴ്സിന് ഇതൊരു വാശിയാണ്. IEEE ടോപ്പിക് വേണം. എന്നാൽ ഈ ക്ലാസ്സിലെ ഒരു കുട്ടിക്കും ഒരു ബാക്ക് എൻഡ് എന്താ, ഒരു ഫ്രണ്ട് എൻഡ് എന്താ, ഒരു വെബ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണത്, 2 ക്ലാസ് ഒബ്ജക്ട് ഉണ്ടാക്കിയിട്ട് മര്യാദയ്ക്ക് ഒരു പ്രോഗ്രാം എഴുതാനോ അറിയാത്ത ടീച്ചർമാരും അറിയാത്ത കുട്ടികളുള്ള കോളേജായിരിക്കും. ഇവിടെ വന്നിട്ട് ഇവർ IEEE പേപ്പർ തന്നെ ഇവർക്ക് വേണം, വാശി പിടിക്കും. എന്നിട്ട് ആർക്കും അറിയാത്ത കുറെ തിയറി പേപ്പേഴ്സും കൊണ്ടുവന്നിട്ട് അവർക്ക് ഈ പേപ്പർ ഇട്ട്, എന്റെ കുറെ ഫ്രണ്ട്സിന്റെ ഈ പേപ്പറൊക്കെ ഇടുന്നവരെ അവന്മാർക്ക് പോലും കറക്റ്റ് ആയിട്ട് അറിയാത്ത പകുതിയിൽ നിൽക്കുന്ന പല ടോപ്പിക്കുകൾ എടുത്തിട്ട് പേപ്പർ എടുത്തിടും. എന്നിട്ട് ഇതൊക്കെ എടുത്തിട്ട് പ്രൊജക്ട് ചെയ്യാൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യാനാ കുട്ടികൾ നേരെ പോയിട്ട് വല്ല പ്രൊജക്ട് സെന്ററിൽ പോയിട്ട് കാശ് കൊടുത്തിട്ട് അവിടുന്ന് അത് പർച്ചേസ് ചെയ്യും. ഈ പ്രൊജക്ട് സെന്റർ എന്താ ചെയ്യണത്? ഞാനൊക്കെ പണ്ട് ചെയ്ത കാര്യമാണ്. അതായത് വെറുതെ ഒരു തിയറി ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറേയൊക്കെ ട്രൈ ചെയ്യും. കുറെ കഴിഞ്ഞിട്ട് കിട്ടാതെ നമ്മൾ എന്ത് ചെയ്തോ, ചെറിയ വെറുതെ പേരൊക്കെ മാറ്റിയിടും. ഇപ്പൊ എന്താണ്, ഞാൻ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ ആൻഡിന്റെ ഒക്കെ ഒരു അൽഗോരിതം ഉണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ചുമ്മാ ആൻഡ്, ഫൈൻഡ് ആൻഡ്, ഗെറ്റ് ആൻഡ് എന്നൊക്കെ രീതിയിൽ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ചുമ്മാ എഴുതി ഉണ്ടാക്കിയിടും. അപ്പൊ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് അത് കോളേജ് കൊണ്ടെടുക്കും. കോളേജിൽ ടീച്ചേഴ്സിന് ഇത് റിവ്യൂ ചെയ്യാനും പറ്റുന്നില്ല, അത്ര വലിയ ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സ് ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഓട്ടോമാറ്റിക് ഇത് അക്സെപ്റ്റ് ചെയ്യും. ഇങ്ങനെ രീതിയിൽ പ്രൊജക്ട് സെന്റേഴ്സ് പലതും പല സോഴ്സ് കോഡും ഓപ്പൺ സോഴ്സ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് പലതും ആഡ് ചെയ്തിട്ട് ഈ കുട്ടികളെയും പറ്റിക്കും ടീച്ചേഴ്സിനെയും പറ്റിക്കും. കുട്ടികൾക്ക് യാതൊരു ഇമ്പ്രൂവ്മെന്റ് ഇതിന്റെ പേരിൽ ഉണ്ടാവില്ല. ടീച്ചേഴ്സ് നിങ്ങൾക്കും പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഷോ കാണിക്കാൻ പറ്റും, കുട്ടികളുടെ അടുത്ത് ചുമ്മാ അതും ഇതും കുറെ തിയറി ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ആ കുട്ടികൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അതിന് പകരം IEEE ടോപ്പിക് ഒഴിവാക്കുക. പല HODമാരും എന്നോട് പേഴ്സണലി സംസാരിക്കുന്നതാണ്. ചില HODമാർ വളരെ വ്യക്തമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് പുതിയ കാലത്തിനെ കുറിച്ച്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ IEEE പേപ്പർ ഒന്നും വേണ്ട, നല്ല പ്രാക്ടിക്കലി ഒരു ഹോൾ സിസ്റ്റം ഡിസൈൻ. ഇപ്പൊ നാളെ മെഷീൻ ലേണിംഗ് ആയിക്കോട്ടെ, ഡാറ്റാ സയൻസ് ആയിക്കോട്ടെ, ബ്ലോക്ക് ചെയിൻ ആയിക്കോട്ടെ, ഇതൊക്കെ പഠിക്കുന്ന കുട്ടികള് ഈ ഹോൾ സിസ്റ്റം, ഇപ്പൊ സൈബർ സെക്യൂരിറ്റി ആയിക്കോട്ടെ, ഇതൊന്നും അറിയാതെ, അതായത് ഫ്രണ്ട് എൻഡ് എന്താ, ബാക്ക് എൻഡ് എന്തൊക്കെ വർക്ക് ചെയ്യുന്നു, മൊബൈൽ ആപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, വെബ് സർവീസുകളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതൊന്നും അറിയാതെ പഠിക്കാൻ പോയി, അല്ലെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊന്നും നിങ്ങളൊന്ന് റിയലൈസ് ചെയ്യുക. സോ അതിലൊന്ന് സെറ്റ് ആക്കി എടുക്കുക. അതെങ്കിലും ആ കോളേജിൽ നിങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. അതില്ലാത്ത 90% ആൾക്കാർ പുറത്തിറങ്ങുന്നതിന്റെ പേരിലാണ് ഈ റിക്വസ്റ്റ്. ഇത് നിങ്ങൾ റിക്വസ്റ്റ് ആയിട്ടോ വിമർശനമായിട്ടോ എങ്ങനെ എടുത്താലും വേണ്ടില്ല, ഇതൊന്നും ചെയ്യാൻ ശ്രമിക്കുക. ഇനി കുട്ടികളോട് പറയാനുള്ള എന്താന്ന് വെച്ചാല്, കുട്ടികൾ ഇതുവരെ ചിലപ്പോൾ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല, ഇതുവരെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. കുറെ സപ്ലി ഉള്ള ആൾക്കാരൊക്കെ നമ്മുടെ കോളേജുകളിൽ ഉണ്ടാവും. പക്ഷെ നിങ്ങളൊക്കെ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് ഒരു പ്രോജക്റ്റ് അല്ലെ 2 പ്രോജക്റ്റ് വളരെ സൂപ്പർ ആയിട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു കമ്പനി കയറാൻ എല്ലാ സ്കില്ലോ, നിങ്ങളുടെ സപ്ലിയോ സബ്ജക്റ്റിന്റെ മാർക്കോ ഇതൊന്നും കമ്പനീസിന് മാറ്റർ അല്ല. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പ്രൊജക്റ്റുകൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ എന്തെങ്കിലും അതിന്റെ പകുതിയെങ്കിലും ചെയ്യാൻ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകും. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതുവരെ പഠിച്ചില്ല, ഇതുവരെ എനിക്ക് പ്രോഗ്രാമിംഗ് അറിയില്ല, ഇതുവരെ എനിക്ക് ലോജിക് ഇല്ല എന്നുള്ള ബുൾഷിറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇത് ചെയ്യാൻ എങ്ങനെയാണ് പറ്റുക എന്നുള്ളത് ഒന്ന് അന്വേഷിക്കാൻ തുടങ്ങുക. സ്വന്തമായിട്ട് ചെയ്യുക. പ്രൊജക്ട് സെന്ററുകൾ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ഇത് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് പറയുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ട്, ഇതുവരെ ഞാൻ കോഡ് ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാന്നുള്ളത്. അത് സ്വന്തമായിട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ഞാൻ അടുത്ത് പറയാൻ പോണത്. അത് അതേപോലെ ഏറ്റെടുക്കുക, ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ പ്രൊജക്ട് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യത്തിലോട്ട് നമുക്ക് കടക്കാം. അതിൽ ആദ്യം തന്നെ കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ ചെയ്യാൻ പോകണം, നിങ്ങൾ പുതിയൊരു സാധനം പഠിച്ചിട്ട് ഒരു പുതിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പഠിച്ച് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡെയിലി എറേഴ്സ്, ഡെയിലി മിസ്റ്റേക്ക് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. മിസ്റ്റേക്സ് വന്ന് 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 അതിൽ നിന്ന് എറേഴ്സ് ഫിക്സ് ചെയ്ത് കുറെ സെർച്ച് ചെയ്ത് പലയിടത്തും ചോദിച്ച് മനസ്സിലാക്കി കുറെ എറേഴ്സ് ഫിക്സ് ചെയ്യുമ്പോഴാണ് പ്രൊജക്ട് ബിൽഡ് ചെയ്ത് വരിക. അതൊരു കമ്പനിയിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് കയറിയാലും 2 വർഷം 4 വർഷം 5 വർഷം 8 വർഷം 10 വർഷം ആയാലും ഡെയിലി ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഡെയിലി റിസർച്ചാണ്, പുതിയ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ അത് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മറ്റേ DTP വർക്ക് ചെയ്യണ പോലെ അവിടുന്ന് എടുത്തിട്ട് കോപ്പി ചെയ്യാൻ പറ്റിയ സാധനം എല്ലാ പ്രൊജക്റ്റും IT കമ്പനിയിൽ ജോലി. അപ്പൊ ഡെയിലി റിസർച്ചാണ്, പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി മനസ്സിന് ബോറടിക്കാത്ത ഒരു രീതിയാണ് IT കമ്പനീസിലെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് ഡെയിലി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി അത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യാം. സോ ആ രീതിയിൽ ഇതിനെ ഏറ്റെടുക്കാൻ ശ്രമിക്കുക. ഈ പ്രൊജക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല എന്നവർ നിങ്ങൾക്ക് പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാവാതെ ഇങ്ങനെ പോയിട്ടുണ്ടാവും. പക്ഷെ ചില കാര്യങ്ങൾ മനസ്സിലാവും, ചില കാര്യങ്ങൾ മനസ്സിലാവില്ല. ഇങ്ങനെ പോകുന്ന മിസ്റ്റേക്ക് വരുത്തി പോകുന്ന ഒരു സമയമായിരിക്കും. പക്ഷെ ഇത് അക്സെപ്റ്റ് ചെയ്യുക. ഇതിനെ വെറുത്തുകൊണ്ട് നിങ്ങൾ നേരെ പ്രൊജക്ട് സെന്ററിൽ ഈസി വേ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ
ഈ 4 വർഷം പഠിച്ചാൽ അല്ലെങ്കിൽ 3 വർഷം പഠിച്ചാലോ യാതൊരു ഉപകാരം ഉണ്ടാവില്ല. സ്വയം ഏറ്റെടുക്കുക, അതിന്റെ എല്ലാ തരത്തിലുള്ള മിസ്റ്റേക്ക് വന്നാലും ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നമുക്ക് ചെയ്തുണ്ടാക്കാം. ഈ പ്രൊജക്ട് പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഓൾറെഡി IEEE പ്രൊജക്ട് ഒന്നും ചെയ്യാൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യേണ്ടത്, ഇപ്പൊ നിങ്ങളൊരു അപ്ലിക്കേഷൻ ഉണ്ടാക്കാന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സിമ്പിൾ അപ്ലിക്കേഷൻ മതി. ഇപ്പൊ ഒരു ഇ-കൊമേഴ്സ് ആയിക്കോട്ടെ, അതിന്റെ സോഴ്സ് കോഡ് എടുത്തിട്ട് വെറുതെ കോപ്പി ചെയ്തിട്ട് കോളേജിന് ബോധിപ്പിക്കാൻ നടക്കരുത്. നിങ്ങളാണ് അവിടെ തോൽക്കുന്നത്. ആ തോൽവിത്തരം നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് നിങ്ങളിപ്പോ ഒരു മൂവി ടിക്കറ്റ് റിസർവേഷൻ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കും, മൊബൈൽ ആപ്പ് ഉണ്ട്, അതിന് വെബ്സൈറ്റ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് ഫീച്ചേഴ്സ് എഴുതി ഉണ്ടാക്കണം. ആദ്യം ഒരു വെള്ള പേപ്പർ, നിങ്ങൾ ഒരു 3-4 പേരുടെ ടീം ആയിരിക്കുമല്ലോ ചെയ്യാം. ഈ 3-4 പേര് ഇരുന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, മൂവി ടിക്കറ്റ് റിസർവേഷനിൽ ആദ്യമൊക്കെ എന്തുണ്ടാവും, ഓക്കെ ലോഗിൻ ഉണ്ടാവും, യൂസർക്ക് മൊബൈൽ OTP വെച്ച് ലോഗിൻ ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. മൂവീസിന്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ മൂവീസ് ആഡ് ചെയ്യണല്ലോ, അപ്പൊ അത് ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് തിയേറ്ററിന്റെ ഒരു ലോഗിൻ നമുക്ക് കൊടുക്കാം. അങ്ങനെ തിയേറ്റേഴ്സിൽ ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, കുറെ മൂവീസ് ആഡ് ചെയ്യും. അപ്പൊ അവർ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് മൂവീസ് ആഡ് ചെയ്യും. അപ്പോ അത് ആൾക്കാർക്ക് കയറിയിട്ട് ആ മൂവീസ് ബുക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ സീറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു സാധനം ഉണ്ടാക്കണം, ഡിസൈൻ ചെയ്തുണ്ടാക്കണം. ഇങ്ങനെ നിങ്ങൾ കൂടി ഇരുന്നിട്ട് നിങ്ങളൊരു ഡിസ്കഷൻ വെക്കുക. അപ്പൊ കുറേ ഫീച്ചേഴ്സ് വരും. ഓൾറെഡി ഉള്ള ബുക്കിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അതൊക്കെ ഒന്ന് റിസർച്ച് നടത്തുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് പ്ലാൻ ചെയ്യാം. ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു എന്താ പറയുക, ഒരു വൈറ്റ് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഡ്രൈവിലോ ഡോക്യുമെന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇത് എഴുതി ഉണ്ടാക്കുക, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്നുള്ളത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കോളേജിൽ നിന്ന് ടീച്ചേഴ്സ് വേണം, ചിലപ്പോൾ സ്റ്റാൻഡേർഡ് അത് ഇത് DFD ഡയഗ്രാം അത് ഇത് എന്നൊക്കെ പറയും. ഇതൊന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ മോഡൽ നിങ്ങൾ ചെയ്തോ, ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആവും. മറ്റേത് നിങ്ങൾ കോളേജിൽ ഓൾറെഡി ചെയ്യുന്ന പരിപാടി നമുക്ക് അറിയാലോ, അവിടെ ഇവിടെ ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വരച്ചുണ്ടാക്കുകയും ചെയ്യാം. അപ്പൊ അത് അതേമാതിരി ആ രീതിക്ക് ഇനിയിപ്പോ ടീച്ചേഴ്സ് അങ്ങനെ വാശി പിടിക്കുന്ന ടീച്ചേഴ്സിന് അതന്നെ കൊടുത്തോ, ഒരു പ്രശ്നമില്ല. ബട്ട് ഈ രീതിയിൽ ഇങ്ങനെയാണ് ഞങ്ങൾ ഫ്രീലാൻസ് വർക്കുകളും കമ്പനി വർക്കുകളൊക്കെ ഈ രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ. സോ സ്റ്റുഡൻസും ഒരുപാട് കുറെ മറ്റേ DFDR അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം മൊത്തം ഉണ്ടാക്കാൻ പഠിച്ചാൽ മറ്റേതൊക്കെ സിമ്പിൾ ആയിട്ട് പിന്നെ ഉണ്ടാക്കാനും പഠിക്കാനൊക്കെ പറ്റും. സോ ഈ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഇപ്പൊ ഫീച്ചേഴ്സ് എഴുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിന്റെ ഒരു മോക്കപ്പ്, ഒരു വയർ ഫ്രെയിമിങ്. അതായത് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വല്ല ടൂളൊന്നും സെർച്ച് ചെയ്ത് പോകണ്ട. നിങ്ങൾ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ലോഗിൻ പേജ് ഉണ്ട്, ഓക്കെ തിയേറ്ററിന് ലോഗിൻ പേജ് ഉണ്ടെങ്കിൽ ലോഗിൻ ആണ്, ഓക്കെ ലോഗിൻ കയറി എങ്ങോട്ട് വേണോ അടുത്ത വര അടിച്ചിട്ട് അടുത്ത പേജിൽ എന്ത് വരും, ഓക്കെ കയറി കഴിഞ്ഞാൽ മൂവീസ് ആഡ് ചെയ്യാൻ പറ്റണം. മൂവീസ് ആഡ് ചെയ്യാനുള്ള സ്ക്രീൻ ഉണ്ടാവും. അപ്പൊ ആഡ് ചെയ്യാനുള്ള സ്ക്രീനിൽ എന്തൊക്കെ ഉണ്ടാവും, മൂവിയുടെ നെയിം ഉണ്ടായിരിക്കും, മൂവിക്ക് ചിലപ്പോൾ ഷോ ടൈമിംഗ് ഉണ്ടായിരിക്കും, മൂവിന്റെ എന്തെങ്കിലും അങ്ങനെ ആക്ടേഴ്സിന്റെ പേര്, ഏത് ജെൻഡർ ആണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. ചിലപ്പോൾ അതിന്റെ പോസ്റ്റേഴ്സ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, ബ്രൗസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇങ്ങനെ ഓരോ പേജിൽ എന്തൊക്കെയുള്ളത് എന്നുള്ളത് നിങ്ങൾ വരച്ചുണ്ടാക്കുക. ആദ്യം തന്നെ വരയ്ക്കുമ്പോൾ ഒരുപാട് തെറ്റുണ്ടാവും. ചില വരച്ച പേജുകൾ വീണ്ടും വീണ്ടും വരയ്ക്കേണ്ട. അതിന് വേണ്ടി ഒരു നോട്ട്ബുക്ക് വരച്ച് പ്ലാൻ ചെയ്യും. ഇത് വലിയൊരു സ്കില്ലാണ്. സോ അതൊന്ന് പ്ലാൻ ചെയ്യും. എങ്ങനെ ഈ സ്ക്രീനുകൾ പോകും, എങ്ങനെ മൂവി, അതായത് തിയേറ്റർ ലോഗിൻ ചെയ്ത് എന്ത് സംഭവിക്കും, യൂസർ ലോഗിൻ ചെയ്ത് എന്ത് സംഭവിക്കും, അല്ലാത്തൊരു അഡ്മിൻ പേജ് ഉണ്ടെങ്കിൽ അവർ ലോഗിൻ ചെയ്ത് എന്ത് സംഭവിക്കും, മൊബൈൽ ആപ്പിൽ എന്ത് സംഭവിക്കും, ഇത് ഫുള്ള് വരച്ചുണ്ടാക്കുക. ഈ രീതിയിൽ മൊത്തത്തിന് പേപ്പറിൽ വരച്ചുണ്ടാക്കി ഒന്ന് പ്ലാൻ ചെയ്യാം നിങ്ങൾ ആദ്യം. എന്നിട്ട് വേണമെങ്കിൽ വല്ല വയർ ഫ്രെയിമിംഗ് മോക്കപ്പ് ടൂളുകളൊക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ വരച്ചുണ്ടാക്കാം. പക്ഷെ നിങ്ങൾ വെള്ള പേപ്പറിൽ നിങ്ങളുടെ പ്രൊജക്ട് എന്താണെന്നുള്ള മിനിമം ഒരു നോളജ് നിങ്ങൾക്ക് വേണം. ഇത് എല്ലാ ടീം മെമ്പേഴ്സും ഇരുന്നിട്ട് പ്ലാൻ ചെയ്ത് വരച്ചുണ്ടാക്കിയിട്ട് വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, നമ്മുടെ ചാനലിൽ വെബ് ഡെവലപ്മെന്റ് ഫോർ ബേബീസ് എന്നുള്ള ഒരു വീഡിയോ ഉണ്ട്. അത് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താലും കിട്ടും. വെബ് ഡെവലപ്മെന്റ് ഫോർ ബേബീസ്. ഈ വീഡിയോ വാച്ച് ചെയ്യുക. ഇതിന് ഫ്രണ്ട് എൻഡ് എങ്ങനെയാണ്, ബാക്ക് എൻഡ് ഏതൊക്കെ ലാംഗ്വേജിൽ ചെയ്യാൻ പറ്റും, മൊബൈൽ ആപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഏത് മൊബൈൽ ആപ്പ് ഒക്കെ ഉള്ളത്, ഇതൊക്കെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നേ വരെ കിട്ടാത്ത പല കൺസെപ്റ്റും ആ ഒരു 35-40 മിനിറ്റിന്റെ വീഡിയോയിൽ കിട്ടും. അതൊന്ന് വാച്ച് ചെയ്ത് ക്ലിയർ ആക്കുക എല്ലാ ടീം മെമ്പേഴ്സും. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്ന വെച്ചാൽ, ഓക്കെ പല പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് ചെയ്യാൻ നമുക്ക്. അപ്പോൾ നോഡ് ഉണ്ട്, പൈത്തൺ ഉണ്ട്, PHP ഉണ്ട്, ജാവ ഉണ്ട്, പല പല ലാംഗ്വേജുകളും പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടി മനസ്സിലായിട്ടുണ്ടാവും വെബ് ഡെവലപ്മെന്റ് ഫോർ ബേബീസ് എന്ന്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അത് ടീച്ചേഴ്സിനോട് പോയി സംസാരിക്കുക. ഇതാണ് ഞങ്ങൾ എടുക്കുന്നത്, ഇത് നിങ്ങൾക്ക് അറിയണ്ട. നിങ്ങൾ വിചാരിക്കും അയ്യോ എനിക്കിത് അറിയില്ലല്ലോ. അറിയാത്തത് പഠിക്കാം. കുറച്ച് ഫംഗ്ഷൻസും കാര്യങ്ങളും അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അത് യൂസ് ചെയ്യാനല്ലേ, അല്ലാതെ വലിയ 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 സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തായാലും നിങ്ങൾക്ക് പഠിക്കുക, അത് റിസർച്ച് ചെയ്ത് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ആദ്യത്തെ പ്രൊജക്റ്റ് ആണ് ചെയ്യുന്നത്, പഠിക്കുന്ന കാലാണ്. നിങ്ങൾ ഒരു ക്ലയന്റിന് പ്രൊജക്ട് റിലീസ് ചെയ്യുന്നല്ല. സോ അത് പഠിക്കുന്ന സമയം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ റെഡി ആവുക. കുറെ മിസ്റ്റേക്സ് വരും, പ്രൊജക്ട് കംപ്ലീറ്റ് ആയില്ല എന്ന് വരും. പക്ഷെ എന്ത് ചെയ്യുക,
അത് ഏറ്റെടുക്കാൻ റെഡിയാവുക, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുക. അപ്പൊ അത് വെബ് ഡെവലപ്മെന്റ് ഫോർ ബേബീസ് വാച്ച് ചെയ്തതിനു ശേഷം ആ ഒരു പ്ലാറ്റ്ഫോം ഏതൊക്കെയാണ് ചെയ്യുന്നത്, ഫ്രണ്ട് എൻഡ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വേണോ, ബാക്ക് എൻഡ് ഇന്നത് വേണോ എന്നൊക്കെ ഉള്ളത് പ്ലാറ്റ്ഫോമുകൾ സെലക്ട് ചെയ്യുക. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുവരെ കോഡിംഗ് പഠിച്ചിട്ടില്ല, ലോജിക് ഇല്ല, എനിക്കിത് പറ്റൂല എന്ന് പറഞ്ഞ ആൾക്കാർ എത്രയും പെട്ടെന്ന് നമ്മുടെ 100K കോഡിംഗ് ചലഞ്ച് എന്ന സീരീസ് ഉണ്ട്, 10 വീഡിയോ ആണ്. നിങ്ങൾ സിയും ജാവയിലും പുലിയോ, അതായത് ബേസിക് കോഡിംഗ് ഒരു ഊപ്സ് കൺസെപ്റ്റ് നല്ല രീതിയിൽ സെറ്റ് ആവും. ഇതുവരെ പഠിക്കാത്തതിന്, ഇതുവരെ ലോജിക് ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സെറ്റ് ആവും. ഇത് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇതുവരെ കോഡിംഗ് പഠിക്കാത്തതിന് 10 വീഡിയോ കണ്ടാൽ സെറ്റ് ആവും. നിങ്ങൾ 4 വർഷം കോളേജിൽ സ്പെൻഡ് ചെയ്യണ്ടല്ലോ, ഒരു 10 വീഡിയോക്ക് സമയം സ്പെൻഡ് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ വളരെ ബേസിക് കോഡിംഗ് നിങ്ങളൊന്ന് പഠിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓൾറെഡി ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ പൈത്തണോ, നോഡോ അല്ലെങ്കിൽ PHP, ജാവ ഏതിലൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ ബേസിക്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അത് ഏതെങ്കിലും ഇതുപോലെ തന്നെ യൂട്യൂബിൽ ട്യൂട്ടോറിയൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട്, ഒരുപാട് നല്ല എക്സ്പെർട്സ് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പ്രൊജക്ട് സെന്റർ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും നല്ല സാറിനേക്കാളും കൂടുതൽ എക്സ്പേർട്സ് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ സ്വന്തം ഇൻട്രസ്റ്റിൽ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ പ്രൊജക്ട് സെന്ററിൽ ജസ്റ്റ് ബിടെക് കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിഞ്ഞിട്ട് പഠിപ്പിക്കാമെന്ന ടീച്ചേഴ്സിനെ പോലെ ക്വാളിറ്റി ഇല്ലാത്ത കുറഞ്ഞ കാശിന് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല. ക്വാളിറ്റി കണ്ടന്റ് യൂട്യൂബിൽ ഫ്രീ ആയിട്ടുണ്ട്, അവിടെ നിന്ന് പഠിക്കാൻ നോക്കുക. അവിടുന്ന് ആ സാധനം വളരെ ബേസിക്സ് മുതൽ ജസ്റ്റ് വീഡിയോ ട്യൂട്ടോറിയൽസ് പഠിക്കുക, ബിഗിനർ ട്യൂട്ടോറിയൽസ് ഉണ്ടാവും, അത് സെർച്ച് ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ തന്നെ ചെറിയ സാമ്പിൾ പ്രൊജക്ട് ട്യൂട്ടോറിയൽസ് ഉണ്ട്, ഒരു പ്രൊജക്ട് മൊത്തം തന്നെ ചെയ്യുന്നു എന്നുള്ളത്, അതൊക്കെ ചെയ്തിട്ട് വേഗം കാര്യങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ചാനൽ തന്നെ ഗിറ്റിന്റെ ഒരു ട്യൂട്ടോറിയൽ ഉണ്ട്. ഗിറ്റിന്റെ ഒരു 5 വീഡിയോ ട്യൂട്ടോറിയൽസ് ഉണ്ട്, അതും വാച്ച് ചെയ്യുക. ഇത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് സെന്ററിൽ പോണ കാര്യം നിങ്ങൾ ചിന്തിക്കേ ഇല്ല. നിങ്ങൾ അറിയാത്തൊരു വേൾഡ് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലോട്ട് വരും. സോ ഗിറ്റിന്റെ ഒരു 5 വീഡിയോ ട്യൂട്ടോറിയൽ ഉണ്ട്, അതും നമ്മുടെ ചാനൽ തന്നെ മലയാളത്തിലുണ്ട്, അതും സിമ്പിൾ ആയിട്ട് അത് പഠിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡാറ്റാബേസ്, ഇപ്പോൾ SQL ഡാറ്റാബേസ് ഉണ്ട്, NoSQL ഡാറ്റാബേസ് ഉണ്ട്. പിന്നെ NoSQL ഡാറ്റാബേസ് കോളേജിലെ ടീച്ചേഴ്സ് കേട്ടണോന്ന് അറിയില്ല, അവർക്ക് NoSQL ഡാറ്റാബേസ് ഉണ്ട് എന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. NoSQL SQL ഫാസ്റ്റ് ആയിട്ടുള്ള ഒന്നുകൂടി സ്പീഡ് ആയിട്ടുള്ള ഡാറ്റാബേസ് ആണ്. സോ അത് മനസ്സിലാക്കുക. അപ്പൊ NoSQL ഡാറ്റാബേസ് പഠിക്കണോ അല്ലെ SQL ഡാറ്റാബേസ് വേണോ എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക. പുതിയത് ഏറ്റെടുത്ത് റിസ്ക് എടുക്കാൻ റെഡി ആവുന്നവർ NoSQL ഏറ്റെടുക്കുക. സിമ്പിൾ ആണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സോ അങ്ങനെ ഏതെങ്കിലും ഡാറ്റാബേസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതും വെബ് ഡെവലപ്മെന്റ് ഫോർ ബേബീസ് വീഡിയോ കാണുമ്പോൾ ഡാറ്റാബേസും SQL കുറിച്ചും NoSQL കുറിച്ചും നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് അതും മനസ്സിലാവും. എന്നിട്ട് ഏതെങ്കിലും ഡാറ്റാബേസ് സെലക്ട് ചെയ്യുക, അതും വളരെ ബേസിക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് പഠിക്കുക. അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു പ്രൊജക്റ്റിൽ കുറെ റിസ്കി ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു പ്രൊജക്ട് ടീമിൽ ഇപ്പൊ ചിലപ്പോൾ ചില ആൾക്കാർ കുറെ അറിയുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ കുറച്ച് തീരെ അറിയാത്ത ആൾക്കാരുണ്ട്, പല ആൾക്കാരുണ്ടാവും. അപ്പോൾ അറിയുന്ന ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ, കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ റിസ്കി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ തിയേറ്റർ ബുക്കിങ്ങിൽ ഈ സീറ്റ് സെലക്ട് ചെയ്യുന്ന സാധനം നമുക്ക് UI ഉണ്ടാക്കണം. ഓക്കെ, അതേപോലെ നമുക്ക് പേയ്മെന്റിന് ഒരു API ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെറിയ ചെറിയ പ്രൊജക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഇതൊന്ന് സക്സസ് ആക്കണം. ചെറിയൊരു ജസ്റ്റ് കയറി വരുമ്പോൾ തന്നെ പേയ്മെന്റിലോട്ട് 100 റുപ്പീസ് വെച്ച് പേയ്മെന്റിലോട്ട് പോകണം. ജസ്റ്റ് പേയ്മെന്റ് അടച്ചു കഴിയുമ്പോൾ സക്സസ് അല്ലെങ്കിൽ ഫാൾസ് റിസൾട്ട് വരണം. ആ രീതിയിൽ ചെറിയൊരു API ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ചെറിയ 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 ഇതേപോലെ നിങ്ങൾ ഓരോ പ്രൊജക്റ്റിലും ഇതേപോലെ ചെറിയ റിസ്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് തീരെ അറിയാത്ത. ഈ കാര്യങ്ങൾ വേറെ 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 എഴുതി വെച്ചിട്ട് ഇത് ഓരോന്നും സെപ്പറേറ്റും റിസർച്ച് നടത്തുക. ഇത് ഒന്നെങ്കിൽ കൂടുതൽ അറിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ബേസിക്സ് ഒക്കെ പഠിച്ചതിന് ശേഷം മാത്രം ഈ റിസർച്ച് നടത്തിയാൽ മതി. നിങ്ങൾ പ്രൊജക്റ്റിന് തിരക്ക് കൂട്ടണ്ട, ടീച്ചേഴ്സ് തിരക്ക് കൂട്ടിയിട്ട് പ്രത്യേകിച്ച് യാതൊരു കുട്ടികൾക്ക് യാതൊരു കാര്യമില്ല. നിങ്ങൾ വെറുതെ കോളേജിൽ ആ മാർക്കിന് വേണ്ടിയിട്ട് ആ പ്രൊജക്റ്റ് പഠിക്കുന്നതിന് പകരം നിങ്ങൾ ഈ രീതിയിൽ ഇതിനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാലും ബെനിഫിറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ആ കോളേജിൽ 4 വർഷം വന്നതിനും ആ കോളേജിൽ ഫീസ് കൊടുത്തതിനും യാതൊരു ഉപകാരം ഉണ്ടാവില്ല. അപ്പൊ റിസർച്ച് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിലൂടെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മൾ പേപ്പറിൽ വരച്ചിരിക്കുന്ന ഡിസൈൻ അനുസരിച്ചോ അല്ലെങ്കിൽ മോക്കപ്പോ അല്ലെങ്കിൽ വയർ ഫ്രെയിമിംഗ് ടൂളുകളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടാവുമല്ലോ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കോഡിംഗ് ലാംഗ്വേജ്, ഇപ്പൊ വെബ് ഡിസൈനിങ് ആണ്, വെബ് HTML CSS JavaScript വെച്ചുള്ള ഡിസൈനിങ്ങിലോട്ടോ, മൊബൈൽ ആപ്പാണ് മൊബൈൽ ആപ്പിന്റെ എന്താണോ ഡിസൈനിങ് അത് വെച്ചിട്ടോ ഡിസൈനിങ്ങിലോട്ട് കടക്കുക. ഓക്കെ, സ്ക്രീൻസ് ഡിസൈൻ ചെയ്യും, ഓരോ പേജ് ഏതൊക്കെ വേണം ആ പേജുകളൊക്കെ ഡിസൈൻ ചെയ്യാൻ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് ഒക്കെ വരുമ്പോൾ ഒരു സന്തോഷം വരും. ഡാറ്റാബേസ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇതിൽ നിങ്ങൾക്ക് ധൈര്യം വരുന്ന പാട്ടുകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് കുറച്ച് സ്ക്രീൻസ് ഡിസൈൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നാവിഗേറ്റ് ചെയ്യുക. ഇപ്പൊ ലോഗിൻ പേജിൽ നിന്ന് ജസ്റ്റ് ലോഗിൻ ഒന്നും വേണ്ട, യൂസർ നെയിം പാസ്വേഡ് ഒന്നും വേണ്ട, ചുമ്മാ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഹോം പേജിലേക്ക് പോകുന്നു. ഹോം പേജിൽ വേണ്ട കുറെ ഡെമ്മി ഡാറ്റാസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഒരു പേജ് ഡിസൈൻ ചെയ്യുന്നു. അതിന് 3-4 പേജ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് കോഡ് ചെയ്ത് ഡിസൈൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു ധൈര്യം വരും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അടുത്ത ചെയ്യാനും അടുത്ത കണ്ടെത്താനും ധൈര്യം വരും. സോ ആ രീതിയിൽ എന്ത് ചെയ്യുക, കുറച്ച് ഡിസൈൻസ് പ്ലാൻ ചെയ്തിട്ട് ചെയ്തു തുടങ്ങുക.
ഇങ്ങനെ ഡിസൈൻസ് കുറച്ച് ആയി കഴിഞ്ഞാൽ അടുത്ത എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇപ്പൊ ലോഗിൻ പോലുള്ള ചെറിയ 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 ടാസ്കുകൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അതിന് ഇതിന്റേതായ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടാവും. അവിടെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡാറ്റാബേസ് ഡിസൈൻ ചിലപ്പോൾ സൂപ്പർ ആയിരിക്കില്ല, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിരിക്കില്ല. അവിടെ നിങ്ങൾ സ്റ്റാൻഡേർഡ് നോക്കണ്ട. അവിടെ നിങ്ങൾ ഈ പെർഫെക്ഷൻ ഈക്വൽസ് പാരാലിസിസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇനീഷ്യലി നിങ്ങൾ പെർഫെക്റ്റ് വെബ് ആപ്ലിക്കേഷനോ മൊബൈൽ ആപ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്നുള്ള, അല്ലെങ്കിൽ ഡാറ്റാബേസ് ഡിസൈനോ വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇത് മണ്ടത്തരാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് വളരെ കുറേ മിസ്റ്റേക്സ് ഉണ്ടാണ് ഒരു ഡാറ്റാബേസ് ഡിസൈൻ ചെയ്തോ. അതിന് വളരെ പെർഫെക്ഷൻ നോക്കാതെ യൂസറിനെയും പാസ്വേഡ്, ആ യൂസറിനെയും പാസ്വേഡ് മതി. അതിന് ഐഡിയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും നിങ്ങൾ വല്ല കെയർ ചെയ്യണ്ട. എങ്ങനെങ്കിലും ലോഗിൻ വർക്ക് ചെയ്യിപ്പിക്കണം. ഈ രീതിയിൽ അതിന് റിസർച്ച് നടത്തുമ്പോൾ ചിലപ്പോൾ നല്ല വേസ് വരും, ചിലപ്പോൾ മിസ്റ്റേക്ക് ഉള്ള കുറേ വേസ് ആയിരിക്കും വരിക. ബട്ട് അതാണ് റിസൾട്ട്, അതാണ് വേണ്ടത്, അതാണ് ടീച്ചേഴ്സും കോളേജിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ടീച്ചേഴ്സും മനസ്സിലാക്കണം. അല്ലാതെ ഒരു കുട്ടി പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂന്നല്ല. അത് ഡിസൈൻ ചിലപ്പോൾ വളരെ ബോർ ആയിക്കോട്ടെ, പക്ഷെ ഫംഗ്ഷനാലിറ്റി എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നതിന്റെ ഉള്ളിലെ മിസ്റ്റേക്ക് എന്താ, ഇത് ചോദിക്കാൻ അറിയുന്ന ടീച്ചേഴ്സ് നിങ്ങളാവണം എന്നുള്ള ഒരു കാര്യമുണ്ട്. ആയിട്ട് ഈ രീതിയിൽ കുട്ടീനെ എങ്ങനെങ്കിലും അതൊന്ന് ഡിസൈൻ ചെയ്ത് ഒന്ന് സ്വന്തമായിട്ട് അതിന്റെ പകുതിയെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് കുട്ടീനെ മാറ്റുക എന്നുള്ളതാണ്. ഈ ഫിനിഷ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് പലർക്കും സംശയമുണ്ടോ, പ്രൊജക്ട് അപ്പൊ ഫിനിഷ് ചെയ്യണ്ടേ, ഫിനിഷ് ചെയ്തില്ലെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടുമോ? ഞാൻ എന്റെ കോളേജിൽ വളരെ അവിടെ ഇവിടെ കറങ്ങി നടന്നിട്ടാണെങ്കിൽ ഞങ്ങൾ ആ ലാസ്റ്റ് ചെയ്ത പ്രൊജക്ട് ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഇതേപോലെ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് വരച്ചുണ്ടാക്കി എങ്ങനെയൊക്കെയോ സ്വന്തം ചെയ്യണം എന്നുള്ള വാശിയിലിരുന്ന് ഏറ്റവും റിസ്ക് ഉള്ള പ്രൊജക്ട് തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഏറ്റെടുത്ത്, അന്നൊന്നും മൊബൈൽ ആപ്പ് ഒന്നും ഇത്ര പോലും ഇല്ല, എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് മറ്റേ J2ME മൊബൈൽ ആപ്പ് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ച് ആ രീതിയിൽ വാശിയിൽ ഞങ്ങൾ ഇതേപോലെ എന്തൊക്കെ ഡിസൈൻ ചെയ്തു. പക്ഷെ പകുതിയെ പ്രൊജക്ട് ആയിട്ടുള്ളൂ. ഞങ്ങൾ ഈവൻ സ്പോർട്സിന്റെ ഡേന്റെ ഒന്നും പല ലീവിന്റെ ഒന്നും അടക്കിയിരുന്നിട്ട് ഞങ്ങൾ കോഡ് ചെയ്ത് ഡിസൈൻ ചെയ്യും. ഞങ്ങൾക്ക് ഇത് കിട്ടണില്ല, ചെയ്തിട്ട് മനസ്സിലാവണില്ല. പക്ഷെ ആ ഞങ്ങളെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, കോളേജ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സെറ്റ് ആവാനും കോഡിംഗ് ഫീൽഡിലോട്ട് കടക്കാനും വളരെ ഈസി ആയിരുന്നു. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു ഒറ്റ പ്രൊജക്ട് കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരാണ് നമ്മളൊക്കെ. ആ ഒരു കൺസെപ്റ്റ് കുറച്ചെങ്കിലും മനസ്സിലായിരുന്നു. സോ ആ രീതിയിൽ എന്ത് ചെയ്യുക, ഈ പ്രൊജക്ടിനെ ഏറ്റെടുക്കുക. ഫിനിഷ് ആവണ്ട, ടീച്ചേഴ്സ് മനസ്സിലാക്കുക, കുട്ടികളെ പ്രൊജക്ട് ഫിനിഷ് ആവണ്ട. ഞങ്ങൾ എഫേർട്ട് ഞങ്ങൾ ടീച്ചേഴ്സിന്റെ അടുത്ത് കാണിച്ചപ്പോൾ എനിക്കൊക്കെ ഇതുവരെ ഒരു ടോപ്പിക്കിനും കിട്ടാത്ത മാർക്ക് 196 മാർക്ക് എന്തോ ആണ് നമ്മളെ HOD എനിക്ക് കിട്ടുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ആ ചെയ്ത സാധനം നമ്മളാണ് ചെയ്തതെന്ന്, നമ്മൾ അതിന്റെ ടെൻഷന്റെ പിന്നാലെ ഉണ്ടായിരുന്നു എന്നുള്ളതും അവർക്ക് മനസ്സിലായപ്പോഴാണ് ആ ഒരു രീതിയിൽ കാണുന്നത്. സോ ആ രീതിയിൽ കാണുന്ന ടീച്ചേഴ്സ് വരണം. ആ രീതിയിൽ ടീച്ചേഴ്സിനെ നിങ്ങൾ മനസ്സിലാക്കാനും സംസാരിക്കാനും ടീച്ചേഴ്സും ഈ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ ടീച്ചേഴ്സ് ഉണ്ടാവുള്ളൂ, പക്ഷെ ടീച്ചേഴ്സും ഇമ്പ്രൂവ് ചെയ്യുക. എന്നിട്ട് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പോലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുക, അവരെ മാത്രം പ്രൊമോട്ട് ചെയ്യുക. ഒരു പ്രൊജക്ട് സെന്ററിൽ പോകുന്ന കുട്ടികളെ സപ്പോർട്ട് ചെയ്യാതിരിക്കും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ 4 വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്പനി കയറിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ക്വാളിറ്റിയിലോട്ട് എത്തണം. ഒരുപാട് പേര് ഇത് കഴിഞ്ഞിട്ട് പിന്നെ കോഴ്സ് ചെയ്യാനൊക്കെ ഇറങ്ങിയെടുക്കണം. സമയം വേസ്റ്റ് ആക്കണ്ട. 3 വർഷം 4 വർഷം സമയം അവിടെ ഉണ്ട്. ഇപ്പൊ തന്നെ വർക്ക്ഔട്ട് ചെയ്തോ, ആ പ്രൊജക്ട് സൂപ്പർ ആക്കിക്കോ, കാര്യം രക്ഷപ്പെടാം. തൊഴിലിലോട്ട് നല്ല